ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കി അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കല. അഭിപ്രായ വ്യത്യാസമാണോ എന്നും പറഞ്ഞിട്ട് നമ്മൾ എനിക്ക് നിങ്ങളെ ദീൻ തന്നെ വേണ്ട, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാ ദീനില് എന്ന് പേടിച്ചിട്ട് ഓടേണ്ട ആവശ്യമില്ല. അഭിപ്രായ വ്യത്യാസം ഒന്നും നമ്മൾ ഉണ്ടാക്കണമല്ല കൂട്ടരെ, ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാ. നമ്മൾ പുതിയതൊന്നും ഉണ്ടാക്കണ്ട, ഉണ്ടാക്കിയത് പരിഹരിക്കാൻ തന്നെ ഒരു ആയുസ് തികയില്ല. പുതിയതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമുദായത്തിലുണ്ട്. കാരണം സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ കാലത്തിന് പുതിയ കക്ഷികളും പാർട്ടികളും ഒക്കെ ഉടലെടുത്തു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഷിയാക്കൾ ഉണ്ടായി, ഖവാരിജ് ഉണ്ടായി, മുർജി ഉണ്ടായി, ഖദരി ഉണ്ടായി. ഇതൊക്കെ അന്ന് തന്നെ ഉണ്ടായ പ്രസ്ഥാനങ്ങളാണ്. അവരൊക്കെ പേരുകൊണ്ടുന്നില്ലെങ്കിൽ അവരൊക്കെ ആശയങ്ങൾ ഇന്ന് എന്തുണ്ട്, പല പ്രസ്ഥാനങ്ങളിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ സരണി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സരണി അത് ഏതാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ പ്രയാസം ഉണ്ടതുകൊണ്ട് എന്താ ചെയ്യുക? ചില ആൾ പറയും റസൂലുള്ളാഹിന്റെ കാലത്ത് ജനിച്ചാൽ മതി എന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സംഗതി പൂതിയൊന്നും തിരക്കടില്ല, പക്ഷെ നമ്മളെ പൂതിക്കനുസരിച്ച് നടക്കുമല്ലോ. റസൂലുള്ളാഹിന്റെ അടുത്ത് പോവുക, മസ്ജിദ് നബവി പോവുക, ചോദിക്കുക, മനസ്സിലാക്കുക. ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് ഒന്നുമില്ല. ഇത് നമ്മൾ വന്നപ്പോഴത്തേന് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമായി പോയി എന്ന് പറയും. അതുകൊണ്ടാണല്ലോ റസൂല് പറഞ്ഞത് കുറെ കാലം കഴിയുമ്പോ അന്ന് ദീനിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് 50 ആളെ പ്രതിഫലം ഉണ്ടാവുന്നു. അപ്പൊ സഹാബിയോട് ചോദിച്ചു, അന്നത്തെ 50 ആള്, ഇന്നത്തെ 50 ആള്? ഇന്നത്തെ 50 ആളെ ഉണ്ടോ? സഹാബത്ത് കിറാമിന്റെ 50 ഇരട്ടി കൂലി കിട്ടാനുള്ള. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിക്കണം. വളരെ വലിയ കൂലി നമുക്ക് കിട്ടും. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നേരിൽ കണ്ടിട്ട് വിശ്വസിക്കാത്ത എത്ര ആളുണ്ടായിട്ടുണ്ട്? ഭാഗ്യം കെട്ട മനുഷ്യന്മാര്. നമ്മൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, കണ്ടോലെ കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ റസൂലിനെ വിശ്വസിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു എങ്കിൽ അത് വലിയ പുണ്യമാണ്.